ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ. കാന്താര 2 എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് കാന്താര 2 സിനിമയുടെ ഷൂട്ടിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ. ഈ ഒരു സിനിമ കാന്താര 2 സിനിമ അടുത്ത വർഷം തന്നെ റിലീസിന് ഒരുങ്ങുമെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു കന്നഡ നടനെ ആഗോളതലത്തിൽ ശ്രദ്ധേയനാക്കിയ ചിത്രമാണ് കാന്താര. ഋഷഭ് തന്നെ സംവിധാനം ചെയ്ത് നായകനായ ചിത്രത്തിന്റെ വിജയം പ്രീക്വൽ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇതിനോടകം തന്നെ ഈ ഒരു കാന്താര 2 സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആരൊക്കെയാണ് ഈ ഒരു കാന്താര 2 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് റാം എന്ന് പറയുന്ന ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്നും നിലവിൽ കുറച്ച് അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് കാത്തിരിപ്പ് പിന്നെയും നീളുന്നു. മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം റാം ഇനിയും വൈകുമെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മോഹൻലാൽ അതേപോലെ തന്നെ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഈ ഒരു റാം എന്ന് പറയുന്ന ഒരു സിനിമ വരാൻ ഇനിയും വൈകുമെന്നാണ് ജിത്തു ജോസഫ് പുള്ളിക്കാരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാലേട്ടനും ഞാനും റെഡി ആയിരിക്കുകയാണെന്നും ഇതിനെക്കുറിച്ച് ഇനി പ്രൊഡ്യൂസറുടെ അടുത്ത് ചോദിക്കണമെന്നുമാണ് ജിത്തു ജോസഫ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപൊക്കെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം എന്ന് പറയുന്നത് ലാലേട്ടനും പിന്നെ ജിത്തു ജോസഫ് ഇവർ തമ്മിലുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. അതിപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപായിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന സിനിമകളായിരുന്നു ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഒരു സിനിമയും അതേപോലെ തന്നെ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമയും. നിലവിലിതാ ഈ രണ്ട് സിനിമകളും ഒരേ ദിവസം OTTയിലേക്ക് റിലീസിന് ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് 9-നാണ് ഈ രണ്ട് ചിത്രങ്ങളുടെയും OTT സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇന്ത്യൻ 2-ൻ്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം സോണി ലീവാണ് ടർബോയുടെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ആരൊക്കെയാണ് ഈ രണ്ട് സിനിമകളുടെയും OTT റിലീസിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? തീർച്ചയായും താഴെ കമന്റിൽ പറയുക. ചിയാൻ വിക്രമിനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തങ്കലാൻ എന്ന് പറയുന്ന ഒരു സിനിമ. നിലവിലിതാ ഈ ഒരു തങ്കലാൻ സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംവിധായകൻ രഞ്ജിത്ത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞത് തങ്കലാൻ സിനിമ തനിക്ക് ഏറെ സമ്മർദ്ദം നൽകിയ സിനിമയാണെന്നാണ് പുള്ളിക്കാരൻ്റെ വാക്കുകൾ. തങ്കലാൻ്റെ മേക്കപ്പിന് തന്നെ ദിവസവും 4 മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് രഞ്ജിത്ത് അദ്ദേഹം പറയുന്നത്. തങ്കലാനാണ് ഇതുവരെ ഉള്ളതിൽ തനിക്ക് ഏറ്റവും സമ്മർദ്ദം നൽകിയ സിനിമ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് രഞ്ജിത്ത് അദ്ദേഹം പറയുന്നത് ഫിലിം കമ്പാനിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് രഞ്ജിത്ത് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു തങ്കലാൻ പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി പറയാൻ മറക്കാതിരിക്കുക. നടപ്പിൻ നായകൻ സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്യുന്ന പീരിയോഡിക് ഫാൻറ്റസി ചിത്രമാണ് കങ്കുവ എന്ന് പറഞ്ഞൊരു സിനിമ. നിലവിലിതാ കങ്കുവ സിനിമയുടെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് കങ്കുവയ്ക്ക് ക്ലാഷ് ഉണ്ടാക്കാം. കങ്കുവ 2-നോട് ക്ലാഷ് വെക്കാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല. ഈ വർഷം ഒക്ടോബർ 10-നാണ് കങ്കുവ സിനിമ ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത്. ഏതെങ്കിലും സിനിമ കങ്കുവയുമായിട്ട് ക്ലാഷ് വെക്കുമോ എന്നറിയില്ല. സിനിമയുടെ കണ്ടന്റിനെ കുറിച്ച് അറിയാത്തവരായിരിക്കും അങ്ങനെ ചെയ്യുക. എന്നാൽ കങ്കുവ 2-മായി ക്ലാഷ് വയ്ക്കാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല എന്ന് ഗലാട്ടെ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് കങ്കുവ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ജ്ഞാനവേൽ രാജ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, കങ്കുവ സിനിമയിൽ എന്തൊക്കെയോ കാര്യമായി തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഷുവറായിരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞത് കങ്കുവ സിനിമയുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു സോങ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ നടപ്പിൻ നായകൻ സൂര്യ അദ്ദേഹത്തിൻ്റെ നല്ലൊരു കിടിലൻ സെറ്റപ്പ് തന്നെ നമുക്ക് ഈ ഒരു കങ്കുവ സിനിമയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു കങ്കുവ പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അവർ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ദളപതി 69 സിനിമയുടെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ദളപതി വിജയ് ചിത്രത്തിലെ മമിത ബൈജു ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദളപതി 69 സിനിമയുടെ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ദളപതി വിജയ് ആരാധകരും മറ്റു സിനിമാ പ്രേമികളും എല്ലാം തന്നെ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ദളപതി 69 എന്ന് പറഞ്ഞ ഒരു സിനിമ. നടൻ ദളപതി വിജയുടെ അവസാനത്തെ സിനിമ ആയതിനാൽ തന്നെ അവസാന സിനിമ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ദളപതി വിജയ് ഇതിന് ശേഷം രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന ആ ഒരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് മുൻപുള്ള ആ ഒരു സിനിമ ആയതിനാൽ തന്നെ
ആ ഒരു ഗ്യാപ്പിന് മുൻപുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ദളപതി 69 എന്ന് പറഞ്ഞ ഒരു സിനിമ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ ആയതിനാൽ തന്നെ ഈ ഒരു ദളപതി 69 എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ആ ഒരു ആകാംക്ഷയും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്, ആരാധകരുടെ ഭാഗത്തു നിന്നായാലും മറ്റു സിനിമാ പ്രേമികളുടെ ഭാഗത്തു നിന്നൊക്കെ ആയാലും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ദളപതി 69 സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ മലയാളി നടി മമിത ബൈജുവും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദളപതി 69 സിനിമയിൽ മമിത ബൈജു ഒരു പ്രധാന വേഷത്തിൽ അവതരിക്കും എന്നുള്ള തരത്തിലേക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എച്ച് വിനോദും വിജയും സിനിമയുടെ ലുക്ക് ടെസ്റ്റുകൾ ചെന്നൈയിൽ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ലുക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പൂർത്തിയായ ശേഷം ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആരൊക്കെയാണ് ഈ ഒരു ദളപതി 69 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റു ഫാക്ട്സുകൾക്കും വേണ്ടി നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്ന് പരിഗണിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ ഗൈസ്.